Good morning to all. Today we are going to discuss about the topic classification of probability. There are three classification of probability. First one objective probability, second one subjective probability, third one modern approach. Then first one objective probability. Objective probability is based on certain laws of nature and it can be classified into two: classical probability or prior probability. Second one empirical probability or relative frequency theory of probability. ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സർട്ടൻ ലോസ് ഓഫ് നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബിലിറ്റിക്കാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലാസിക്കൽ പ്രോബിലിറ്റിയും രണ്ടാമത്തെ എംപിരിക്കൽ പ്രോബിലിറ്റിയും. അതിൽ ക്ലാസിക്കൽ പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം. റാൻഡം എക്സ്പെരിമെൻറ്റ് പ്രൊഡ്യൂസ് ഒൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്കംസ്. റാൻഡം എക്സ്പെരിമെൻറ്റ് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്കംസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെരിമെൻറ്റ് യൂണിഫോം കണ്ടീഷനിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് സെയിം കണ്ടീഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പം ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ക്ലാസിക്കൽ പ്രോബിലിറ്റി പ്രകാരം എന്താ പറയുന്നത്? ക്ലാസിക്കൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെൻറ്റ് പ്രൊഡ്യൂസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്കംസ്. പിന്നെ പറയുന്നത് അണ്ടർ ക്ലാസിക്കൽ പ്രോബിലിറ്റി കാൽക്കുലേഷൻസ് ആർ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ നമ്പർ ഓഫ് കേസസ്. ക്ലാസിക്കൽ പ്രോബിലിറ്റി പ്രകാരം പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ നമ്പർ ഓഫ് കേസസ്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ്: എ ബാഗ് കണ്ടെയ്ൻസ് 2 white and 3 black balls. Then probability for drawing a white ball is 2 divided by 5 or 2 by 5. എന്ന് വെച്ചാൽ ഒരു ബാഗിൽ 5 ബോൾസ് ആണുള്ളത്, 2 വൈറ്റ് ബോൾസും 3 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 5 ബോൾസ് ആണുള്ളത്. നമ്മുടെ പ്രോബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പ്രോബിലിറ്റി ഫോർ ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം വൈറ്റ് ബോൾ 2 എണ്ണമാണുള്ളത് അല്ലേ? ആ ബാഗിൽ 2 വൈറ്റ് ബോളാണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് വൈറ്റ് ബോളാണ് കിട്ടേണ്ടത്, ബാഗിൽ 2 വൈറ്റ് ബോളാണുള്ളത്. അപ്പോൾ ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ നമ്പർ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ഏത് പോസിബിൾ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് 3 ബ്ലാക്ക് ബോൾസും ഉണ്ട് അല്ലേ? 2 വൈറ്റ് ബോൾസും ഉണ്ട്, 3 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ടോട്ടൽ 5 ബോൾസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ബോൾ ബാഗിൽ നിന്ന് എടുത്തെങ്കിൽ അതിൽ 5 ബോളിൽ ഏത് വേണേലും ആകാം. വൈറ്റ് ബോളും ആകാം, ബ്ലാക്ക് ബോളും ആകാം. അപ്പം ടോട്ടൽ പോസിബിൾ കേസസ് വന്നാൽ 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് വന്നാൽ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 5. 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോസിബിൾ കേസസ്. ഇതാണ് ക്ലാസിക്കൽ പ്രോബിലിറ്റി. ഇനി എന്താണ് എംപിരിക്കൽ പ്രോബിലിറ്റി? എന്താണെന്ന് നോക്കാം. എംപിരിക്കൽ പ്രോബിലിറ്റി: ഇഫ് യു റിപ്പീറ്റ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ്, ദ ലിമിറ്റ് ഓഫ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എൻ ഈവൻറ്റ് ഹാപ്പൻസ് ഈക്വൽ ചാൻസ്. ഇവിടെ പറയുന്നത് എംപിരിക്കൽ പ്രോബിലിറ്റി പ്രകാരം പറയുന്നത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മളൊരു കൂടുതൽ തവണ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. എ ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസിൽ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോസ് ഈക്വൽ ചാൻസ് ആയിരിക്കും. ഈക്വൽ ചാൻസ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയെന്ന് വിചാരിക്കുക. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അത് ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസ് ആണ് നമ്മൾ സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു 10,000 ടൈംസ് ഒക്കെ നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് എന്ന് വെച്ചാൽ ഹെഡ് കിട്ടാനുള്ളതും അതുപോലെ ടെയിൽ കിട്ടാനുള്ള ചാൻസ് ഒരു 5,000 അതുപോലെ 5,000 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈക്വൽ ചാൻസ് ആയിരിക്കും. റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കംസ് പറഞ്ഞാൽ നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്കംസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡ് കിട്ടുക അല്ലെങ്കിൽ ടെയിൽ കിട്ടുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഔട്ട്കംസിന് ഈക്വൽ ചാൻസ് ആയിരിക്കും. ഈക്വൽ ചാൻസ് എന്ന് പറയുമ്പോൾ ഒരു 10,000 ടൈംസ് ആണ് നമ്മൾ ഈ കോയിൻ ടോസ് ചെയ്യുന്നെങ്കിൽ 5,000 ടൈംസ് ഹെഡ് കിട്ടാനും അതുപോലെ തന്നെ 5,000 ടൈംസ്
ടെയിൽ കിട്ടാനുള്ള ചാൻസ് ആയിരിക്കും, ഈക്വൽ ചാൻസ് ആയിരിക്കും. അതാണ് എംപിരിക്കൽ പ്രോബബിലിറ്റി പ്രകാരം പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ പ്രോബബിലിറ്റി പ്രകാരം പറയുന്നത് എന്താ? റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരു ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈവൻസ്, അതിൻ്റെ റേഷ്യോസ് ഈക്വൽ ചാൻസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി പ്രകാരം പറയുന്നത്. ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയിൽ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്ലാസിക്കൽ പ്രോബബിലിറ്റിയും ഒന്ന് എംപിരിക്കൽ പ്രോബബിലിറ്റിയും. അപ്പോൾ ക്ലാസിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം എക്സ്പെരിമെൻറ്റ് പ്രൊഡ്യൂസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. ദെൻ എംപിരിക്കൽ പ്രോബബിലിറ്റി പ്രകാരം എന്താ പറയുന്നത്? റാൻഡം എക്സ്പെരിമെൻറ്റ് ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈവൻസ് അല്ലേ, അതിൻ്റെ റേഷ്യോസ് ഈക്വൽ ചാൻസ് ആയിരിക്കും. ദെൻ രണ്ടാമതാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഓർ പേഴ്സണലിസ്റ്റിക് അപ്രോച്ച്. എന്താ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി നോക്കാം. സബ്ജക്റ്റീവ് തിയറിസ്റ്റ് റിഗാർഡ്സ് പ്രോബബിലിറ്റി ആസ് എ മെഷർ ഓഫ് പേഴ്സണൽ കോൺഫിഡൻസ്. ഇവിടെ സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി പ്രകാരം പറയുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് തിയറിസ്റ്റ് പറയുന്നത്, പ്രോബബിലിറ്റി ഈസ് എ മെഷർ ഓഫ് പേഴ്സണൽ കോൺഫിഡൻസ്. പേഴ്സണൽ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെ കോൺഫിഡൻസിനനുസരിച്ചായിരിക്കും പ്രോബബിലിറ്റി. എന്നുവെച്ചാൽ ഓരോ വ്യക്തികളും ഓരോ രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും പ്രോബബിലിറ്റി ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ ദ കമ്മിങ് എക്സാമിനേഷൻ എ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് സെക്യൂർ ഫസ്റ്റ് റാങ്ക്, ദ സബ്ജക്റ്റിവിസ്റ്റ് can assign a weight between 0 and 1 to an event according to his view. It is called subjective measure of probability. എന്ന് വെച്ചാൽ ഒരു എക്സാം വരികയാണെങ്കിൽ എക്സാമിന് ഒരു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ക്ലാസ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ സബ്ജക്റ്റിവിസ്റ്റ് ഇല്ലേ, അവർ അസൈൻ ചെയ്യുന്നത് 0 to 1 ആയിരിക്കും. 0 അല്ലെങ്കിൽ 1 അതിൻ്റെ ഇടയ്ക്കായിരിക്കും അദ്ദേഹം പ്രോബബിലിറ്റി അസൈൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഷുവറായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഷുവറായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ സാധ്യത ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, സബ്ജക്റ്റിവിസ്റ്റ് പറയുകയാണ് ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യത തീരെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ ഇടയ്ക്കാണെങ്കിൽ 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 0യ്ക്കും 1നും ഉള്ളിലായിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സബ്ജക്റ്റിവിസ്റ്റ് പ്രോബബിലിറ്റി പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സണലിസ്റ്റിക് അപ്രോച്ച് പ്രകാരം പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പേഴ്സണൽ കോൺഫിഡൻസ് ആണ്. ഓരോ വ്യക്തിയുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും പ്രോബബിലിറ്റി നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇതാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. ദെൻ തേർഡ് വൺ, മോഡേൺ അപ്രോച്ച് ഓർ ഓക്സിമെറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. ഇതാണ് മോഡേൺ അപ്രോച്ച് നോക്കാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി. മോഡേൺ അപ്രോച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി. ഒബ്ജക്റ്റീവ് കൺസെപ്റ്റിൻ്റെയും സബ്ജക്റ്റീവ് കൺസെപ്റ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഹിയർ വി യൂസ് സർട്ടൻ ഓക്സിയംസ് ഓർ പോസ്റ്റുലേറ്റ്സ് ഓൺ വിച്ച് പ്രോബബിലിറ്റി കാൽക്കുലേഷൻസ് ആർ മെയ്ഡ്. അപ്പോൾ നമ്മൾ ഈ മോഡേൺ അപ്രോച്ചിൽ നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സർട്ടൻ പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അസംഷൻസിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളതിനാണ് നമ്മൾ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ നമുക്കിനി ഉള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിയംസ്. ഓക്സിയംസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഈവൻറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1. 0യുടെയും 1ന് ഇടയിലായിരിക്കും പ്രോബബിലിറ്റിയുടെ ആ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത്, ഇഫ് ആൻ ഈവൻറ്റ് കനോട്ട് ടേക്ക് പ്ലേസ് ഇറ്റ്സ് പ്രോബബിലിറ്റി വിൽ ബി 0. ഈവൻറ്റ് നടക്കുകയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ നടക്കത്തില്ല എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇഫ് ആൻ ഈവൻറ്റ് ടേക്ക് പ്ലേസ് പ്രോബബിലിറ്റി വിൽ ബി 1. ഈവൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. എന്ന് വെച്ചാൽ ഒരു ബാഗിൽ 10
പിന്നെ വൈറ്റ് ബോൾസാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു ബാഗിൽ 10 വൈറ്റ് ബോൾസ് ആണുള്ളത്. അതിൽ നമുക്കൊരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെങ്കിൽ അവിടെ 1 ആയിരിക്കും അല്ലേ. 10 വൈറ്റ് ബോൾ ആണുള്ളത്. അപ്പം നമ്മൾ ഏത് ബോൾ എടുത്താലും അതെന്തായിരിക്കും, വൈറ്റ് ബോൾ ആയിരിക്കും. അപ്പം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ആണ്. എന്ന് വെച്ചാൽ ഏത് ബോൾ എടുത്താലും വൈറ്റ് ബോളേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഷുവറാണ്. അതുകൊണ്ട് അവിടെ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 1. ദെൻ ആ ബാഗിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെങ്കിൽ 10 വൈറ്റ് ബോളാണുള്ളത്. അതിൽ നിന്നൊരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ഇത് 0 ആണ്. കാരണം നമുക്ക് അതിനകത്ത് ഒരു ബ്ലാക്ക് ബോളും ഇല്ല. നമ്മൾ ഏതെടുത്താലും വൈറ്റ് ബോളേ കിട്ടത്തുള്ളൂ. അപ്പം അവിടെ പ്രോബിലിറ്റി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് ഇതാണ്. ദ സം ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് ഓൾ സാമ്പിൾ ഈവൻറ്റ് ഈസ് ഈക്വൽ ടു 1. ദ സം ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് ഓൾ സാമ്പിൾ ഈവൻറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ സാമ്പിൾ ഈവൻറ്റ് അല്ലേ, സാമ്പിൾ ഈവൻറ്റിൻ്റെ എന്നാ സമ്മ് അല്ലെങ്കിൽ ആ പ്രോബിലിറ്റീസ് ഓഫ് ഓൾ സാമ്പിൾ ഈവൻറ്റിൻ്റെ സമ്മ് ഈസ് ഈക്വൽ ടു 1 ആണ്. സാമ്പിൾ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം കിട്ടുന്ന ആ ഈവൻറ്റിനല്ലേ ആ ഈവൻറ്റ്. അപ്പം നമുക്കറിയാം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കോയിൻ ടോസ് ചെയ്യുകയെന്ന് വിചാരിക്കുക. കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ ഹെഡാകാം അല്ലെങ്കിൽ ടെയിലാകാം അല്ലേ, ഹെഡാകാം ടെയിലാകാം. അപ്പം ഈ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, ഇതിൻ്റെ സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണ്. എന്ന് വെച്ചാൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്, ഹെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആണ്. ദെൻ ടെയിൽ കിട്ടാനുള്ള സാധ്യത എത്രയാണ്, 1/2 ആണ്. അപ്പം 1/2 + 1/2 ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് പറഞ്ഞത്, അതാണ് ഇവിടെ പറഞ്ഞത്, ദ സം ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് ഓൾ സാമ്പിൾ ഈവൻറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ തേർഡ് വൺ, the probability of a compound event is the sum of the probabilities of the sample event. ഇവിടെ പറയുന്നത് probabilities of a compound event is the sum of the probabilities of the sample event. If A and B are mutually exclusive event, then the probabilities of occurrence of A or B denoted by probabilities of A union B or probabilities of A or B. എന്ന് വെച്ചാൽ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ അവിടെ ദ പ്രോബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ പ്രോബിലിറ്റീസ് ഓഫ് എയും ബിയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പ്രോബിലിറ്റീസ് ഓഫ് എ യൂണിയൻ ബി ആയിട്ടാണ്. ഓക്കെ, പ്രോബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ ഓർ ബി ഡിനോട്ടഡ് ബൈ പ്രോബിലിറ്റീസ് ഓഫ് എ യൂണിയൻ ബി ഓർ പ്രോബിലിറ്റീസ് ഓഫ് എ ഓർ ബി ആണ്. എന്ന് വെച്ചാൽ പ്രോബിലിറ്റീസ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റീസ് ഓഫ് എ പ്ലസ് ബി ആണ്. ഓർത്തിരിക്കുക, പ്രോബിലിറ്റീസ് ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ പ്രോബിലിറ്റീസ് ഓഫ് എ ഓർ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റീസ് ഓഫ് എ പ്ലസ് പ്രോബിലിറ്റീസ് ഓഫ് ബി. ഇത്രയാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിയംസ്. അപ്പം നമ്മൾ പഠിച്ച എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബിലിറ്റീസിൽ നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ഒന്ന് ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റി, സെക്കൻഡ് വൺ സബ്ജക്റ്റീവ് പ്രോബിലിറ്റി, തേർഡ് വൺ മോഡേൺ അപ്രോച്ച്. ഒബ്ജക്റ്റീവ് പ്രോബിലിറ്റീനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്ലാസിക്കൽ പ്രോബിലിറ്റിയും എംപിരിക്കൽ പ്രോബിലിറ്റിയും. ദെൻ നമുക്കൊരു ചെറിയ ടേമും കൂടെ പഠിക്കാനുണ്ട്, സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് പറയുന്നതാണ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. എന്ന് വെച്ചാൽ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് കിട്ടുന്ന ഓൾ പോസിബിൾ ഔട്ട്കംസ്, അതിനകത്ത് കിട്ടുന്ന ഔട്ട്കംസ് ഏതൊക്കെ ഔട്ട്കംസ് ആണ് കിട്ടുന്നത്, ആ ഔട്ട്കംസിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് എ കോയിൻ, സാമ്പിൾ സ്പേസ് ഈസ് ഹെഡ് ഓർ ടെയിൽ അല്ലേ. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈവൻ്റ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹെഡാകാം അല്ലെങ്കിൽ ടെയിലാകാം. അപ്പം സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു ഹെഡ് ഓർ ടെയിൽ. അപ്പം 2 എണ്ണമാണുള്ള, ഒന്ന് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇത്രയേ ഉള്ളൂ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഏതൊക്കെ പോസിബിൾ കിട്ടാനുള്ള സാധ്യതയായിട്ടുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണോ ആ ഔട്ട്കംസിനാണ് നമ്മൾ എന്താ പറയുന്നത്, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.